വീട്ടിൽ വന്നപ്പോൾ ജാമ്പക്കയിൽ നല്ലോണം പഴുത്തിട്ടുണ്ടേനെ. അപ്പോൾ കുറേയെല്ലാം നിലത്ത് വീണതുണ്ട്. പിന്നെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഉള്ളതുകൊണ്ട് കുറേയെല്ലാം പുഴുവുമായിട്ട് വന്നിട്ട് കുറേ കളഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ അതോട്ട് ഓടിപ്പോയി മീൻ വാങ്ങിയിട്ടുണ്ട്. അവൻ തന്നെ മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേക്കണം, എന്നാലേ അവന് സമാധാനമാവും. അപ്പോൾ അതെല്ലാം അവൻ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. കട്ടൻ ചായയും സമൂസയും ഈന്തപ്പഴം പൊരിച്ചതുമാണ് ഉണ്ടായത്. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം അമ്മ നേരെ മീൻ മുറിക്കാൻ പോയി കേട്ടോ. അപ്പം മീൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ചൂളിയെല്ലാം പോപ്പിച്ച് എനിക്ക് വൃത്തിയാക്കിയിട്ട് എനിക്ക് മുളകെല്ലാം പെരക്കിയിട്ട് എൻ്റെ കൈമിൽ കൊണ്ടു തന്നു. ഇത് പൊരിച്ചോ കറി വെക്കോ എന്നാ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പൊരിക്കുവാണേ ചെയ്തത്. കറിയായിട്ട് വെച്ചത് കൈപ്പക്കയാണ് ഉണ്ടായത്. ഒരു കഷ്ണം ഫ്രിഡ്ജിൽ കൈപ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കൈപ്പക്ക കറി വെച്ച് വറുത്തരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അമ്മമ്മയും മോനും പിന്നെ ഇവൻ ഇടുന്നതിന് പൂവയില്ല, ഈ ജാമ്പക്ക തീരുന്നവരെ ഇനി ആ കുണ്ടക്കന്നെയായിരിക്കും. അപ്പം മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ചോറ് തിന്നാൻ പോകാം കേട്ടോ. ഏകദേശം ഇപ്പോൾ സമയം 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം പഴംപൊരിയും കട്ടനാണ് ഉണ്ടായത്. താങ്ക് യു.